യൂട്യൂബ് മോണിറ്റൈസേഷന് ഇനി 4000 വാലിഡ് വാച്ച് അവേഴ്സ് വേണ്ട. പിന്നെ എന്താണ് വേണ്ടത്? ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. 2027 ഫെബ്രുവരി 1 മുതൽ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിന്റെ മോണിറ്റൈസേഷൻ റിക്വയർമെന്റ്സിൽ വലിയ ചേഞ്ചാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ യൂട്യൂബ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ 1000 സബ്സ്ക്രൈബേഴ്സും ലോങ് വീഡിയോ 4000 വാലിഡ് വാച്ച് അവേഴ്സുമാണ് വേണ്ടത്. അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും ഷോർട്ട് വീഡിയോസ് 10 മില്യൺ വാലിഡ് വാച്ച് അവേഴ്സും. ഇനി എന്താണ് പുതിയ ക്രൈറ്റീരിയ? ഈ കഴിഞ്ഞ 2026 ഓഗസ്റ്റ് 10 യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിന്റെ പുതിയ മാറ്റങ്ങൾ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പുതിയ പോളിസി കണ്ടീഷൻ 2027 ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇപ്പോൾ 4000 വാച്ച് അവേഴ്സ് മതിയെങ്കിൽ ഇനി മുതൽ 8000 വാലിഡ് വാച്ച് അവേഴ്സ് വേണം ലോങ് വീഡിയോസിന്. ആൻഡ് ഷോർട്ട് വീഡിയോസ് 10 മില്യൺ വാച്ച് അവേഴ്സിന് പകരം ഇനി മുതൽ 20 മില്യൺ വാലിഡ് വാച്ച് അവേഴ്സ് വേണം മോണിറ്റൈസേഷൻ ആവാനായിട്ട്. അതായത് ലോങ് വീഡിയോ ചെയ്യുന്നവർക്ക് വാച്ച് അവേഴ്സ് ടാർഗറ്റ് 4000-ൽ നിന്ന് 8000 കൂടുന്നു. സബ്സ്ക്രൈബ്സ് റിക്വയർമെന്റ് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് തന്നെ തുടരും. സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യത്തിൽ മാറ്റമില്ല, വാച്ച് അവേഴ്സിന്റെ കാര്യത്തിൽ മാത്രമേ മാറ്റമുള്ളൂ. 2027 ഫെബ്രുവരിയിൽ ന്യൂ ക്രിയേറ്റേഴ്സിന് മോണിറ്റൈസേഷൻ കൂടുതൽ ചലഞ്ചിങ് ആകുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ ക്രിയേറ്റേഴ്സ് എന്താണ് ചെയ്യേണ്ടത്? മോണിറ്റൈസേഷന് വേണ്ടി ഷോർട്ട് വീഡിയോസിനെ ആശ്രയിക്കരുത്. ഷോർട്സ് ഉപയോഗിച്ച് വീഡിയോസിന് റീച്ച് ഉണ്ടാക്കാനും ആൻഡ് ലോങ് വീഡിയോസ് ഉപയോഗിച്ച് വാച്ച് അവേഴ്സ് ബിൽഡ് ചെയ്യാനും ഉപയോഗിക്കുക. അപ്പോൾ ഇനി 6 months ഉള്ളൂ. ടൈം കളയാതെ കീപ് ക്രിയേറ്റിംഗ്.